ഉപാസന. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഉപാസനയിൽ നാം ധ്യാനിക്കുന്നത് പൊട്ടക്കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റുന്ന ദൈവത്തെക്കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 42 തിരുവചനം. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ലോക പ്രശസ്തനായ കാർട്ടൂണിസ്റ്റാണ് വാൾട്ട് ഡിസ്നി. അദ്ദേഹം ഏറെ ശ്രദ്ധേയനായ ഒരു കാർട്ടൂണിസ്റ്റായി മാറുന്നതിന് മുമ്പ് വളരെ സാധാരണക്കാരനും ഒരു പക്ഷേ കഴിവ് കുറഞ്ഞവനുമായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ വളരെ ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമുണ്ടായി, എനിക്ക് അറിയപ്പെടുന്ന ഒരു കാർട്ടൂണിസ്റ്റായി മാറണമെന്ന്. കാണുന്ന ചിത്രങ്ങൾ മുഴുവൻ അവൻ പകർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കും. അവനത് കൊണ്ടുപോയി ആരുടെ കൈകളിൽ നിന്നും കൊടുക്കും? പ്രധാനപ്പെട്ട അധ്യാപകരുടെ കൊടുക്കും. അവർ അത് നോക്കും. ഒരു ഗുണവും കാണാത്തത് കൊണ്ട് അവർ അത് ചുരുട്ടി വേസ്റ്റ് ബോക്സിൽ എറിയും. മാതാപിതാക്കൾ പറയും, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന്. സഹോദരങ്ങളെ, ഇങ്ങനെ ഇരിക്കെ അവൻ്റെ ഇടവക പള്ളിയിലെ വികാരിയച്ഛൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടികൾക്ക് വേണ്ടി ഏതാനും ചിത്രങ്ങൾ നീ വരയ്ക്കുക, ഏതാനും കാർട്ടൂണുകൾ നീ തയ്യാറാക്കുക. അവനെ പറഞ്ഞു വിട്ടത് പള്ളിയിലെ ഒരു കൊച്ചു ഷെഡിലേക്കാണ്. വേസ്റ്റ് എല്ലാം കൂട്ടിയിടുന്ന ആ ഷെഡിലിരുന്ന് അവൻ ഏറെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഒരു നല്ല കാർട്ടൂണിനെ കുറിച്ചുള്ള കഥാതന്തു അവൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല. അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു എലി അതിലൂടെ പോകുന്നത്. സഹോദരങ്ങൾ, ഈ എലിയെ കണ്ടപ്പോൾ ഒരു വെളിപാട് പോലെ അവൻ അതിന് പേര് കൊടുത്തു, മിക്കി മൗസ് എന്ന്. ഈ മിക്കി മൗസ് എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെയാണ് ലോക പ്രശസ്ത കാർട്ടൂണിസ്റ്റായ വാൾട്ട് ഡിസ്നി ഇന്ന് അറിയപ്പെടുന്നത്. സഹോദരങ്ങളെ, ഓർക്കുക, നിങ്ങളുടെ മിക്കി മൗസിനെ നിങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങൾ അനുഗ്രഹീതരായി മാറും. വാൾട്ട് ഡിസ്നി ഉപേക്ഷിക്കപ്പെട്ട മൂലക്കല്ലായിരുന്നു, ഉപേക്ഷിക്കപ്പെട്ട കല്ലായിരുന്നു. എന്നാൽ അനുഗ്രഹീതമായ മൂലക്കല്ലായി അവൻ കാർട്ടൂൺ ലോകത്ത് മാറാനുള്ള കാരണം, അവൻ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഷെഡിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോകുന്ന ഒരു എലിക്ക് അവൻ പേരിടാൻ കഴിഞ്ഞു. അവൻ അതിന് മിക്കി മൗസ് എന്ന് പേര് കൊടുത്തു. നമ്മുടെ ജീവിതത്തിലും മിക്കി മൗസ് പോലെ ഉയർന്നു ശോഭിക്കാൻ ചില സാധ്യതകൾ തരുന്നുണ്ട്. നമുക്ക് വചനത്തിലേക്ക് വരാം. ഓർക്കുക, സത്യത്തിൽ ഈ കല്ല്, ഒരു കല്ല് ആശാരി ഉപേക്ഷിച്ച് കളയാനുള്ള കാരണം എന്തായിരിക്കും? അതിന് ഗുണമുണ്ടാകില്ല, അതിന് ബലവും ഉണ്ടാകില്ല. ഒരാശാരിയാണ് നിശ്ചയിക്കുന്നത് ഒരു കല്ലിന് അത് നല്ല സ്ഥാനത്ത് വെക്കാൻ കൊള്ളുമോ അതോ എവിടെയെങ്കിലുമൊക്കെ കൊള്ളിക്കാൻ മാത്രം കൊള്ളുന്ന കല്ലാണോ എന്ന്. മൂലക്കല്ലായി നിക്ഷേപിക്കേണ്ട കല്ല് ഗുണമുണ്ടാകണം, ബലമുണ്ടാകണം. പലപ്പോഴും പ്രത്യക്ഷത്തിൽ ഗുണവും ബലവുമില്ലാത്ത കല്ലുകളെയാണ് ദൈവം തൻ്റെ കൈകളിൽ എടുത്തുകൊണ്ട് മൂലക്കല്ലാക്കി മാറ്റുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സഭയുടെ ചരിത്രത്തിലും നമുക്കിത് കാണാനായിട്ട് പറ്റും. പഴയ നിയമത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒരാളാണ് പൂർവ ദാവീദ്, പഴയ ദാവീദ്. ദാവീദ് ജസയുടെ 8 മക്കളിൽ ഏറ്റവും ഇളയവനാണ്. അവന് ഗുണമില്ലാത്തത് കൊണ്ടും അവന് ബലമില്ലാത്തത് കൊണ്ടുമാണ് ആടുകളെ മേയ്ക്കാൻ പറഞ്ഞു വിട്ടത്. ആ കാലയളവിൽ ആടുകളെ മേയ്ക്കാൻ ഒരിക്കലും മക്കളെ പറഞ്ഞു വിടാറില്ല, മറിച്ച് ജോലിക്കാരെയാണ് പറഞ്ഞു വിടാറുള്ളത്. പക്ഷെ ഗുണമില്ലാത്തത് കൊണ്ടും ബലമില്ലാത്തത് കൊണ്ടും ദാവീദിനെ പറഞ്ഞു വിട്ടു. ഗുണവും ബലവുമുള്ളവരെ സാവൂൾ രാജാവിന് വേണ്ടി, ഇസ്രയേൽ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി യുദ്ധസ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. എന്നാൽ ദൈവം ദാവീദിൽ ബലവും കണ്ടു, ഗുണവും കണ്ടു. ഇതാണ് സാധാരണ മനുഷ്യരായിട്ടുള്ള ആശാര്യന്മാരുടെ വ്യത്യാസവും ദൈവമെന്നുള്ള ഏറ്റവും വലിയ പെരുന്തച്ഛനും തമ്മിലുള്ള വ്യത്യാസവും. സാധാരണ മനുഷ്യർ പലതിൻ്റെയും വിലയിടുന്നത് പോലെയല്ല, ഗുണം നിശ്ചയിക്കുന്നത് പോലെയല്ല പെരുന്തച്ഛനായ കർത്താവ് ഒന്നിൻ്റെ വിലയിടുന്നത്. പെരുന്തച്ഛനായ കർത്താവാണ് സത്യത്തിൽ നമ്മളുടെ വിലയും മൂല്യവും നമ്മളുടെ ബലവുമൊക്കെ നിശ്ചയിക്കുന്നത്.
ദാവീദിന് ഒരു വിലയും ഉണ്ടായില്ല. സഹോദരങ്ങളെ, ഒരു ഗുണവും അവനും ഉണ്ടായില്ല. പക്ഷേ ദൈവം ദാവീദിൻ്റെ ഫ്യൂച്ചറിനെയാണ് കണ്ടത്, ദാവീദിൻ്റെ ഭാവിയെയാണ് കണ്ടത്. ദാവീദ് ഇരിക്കാൻ പോകുന്ന ഇസ്രായേലിൻ്റെ ഏറ്റവും മഹോന്നതമായിരിക്കുന്ന ചെയറാണ് സത്യത്തിൽ ഇസ്രായേലിൻ്റെ ശക്തനായ ദൈവം കണ്ടത്. ഇതാ ദാവീദിനെ അവിടുന്ന് പിടിച്ചുയർത്തുകയാണ്. ദാവീദിനെ മുഴുവൻ ഗോത്രങ്ങളുടെയും നേതാവാക്കി നിയോഗിക്കുന്നു, ഇസ്രായേലിൻ്റെ രാജാവായിട്ട് നിയോഗിക്കുന്നു, സകല സമൃദ്ധികൾ കൊണ്ട് അവനെ സമ്പന്നമാക്കുന്നു. ദാവീദിനെ ഇസ്രായേലിൻ്റെ ഭരണം നിർവഹിക്കുന്ന വ്യക്തിയാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയോഗിക്കുമ്പോൾ സത്യത്തിൽ ഗുണവും ബലവുമില്ല എന്ന് എല്ലാവരും വിധി എഴുതിയ ദാവീദിൻ്റെ മേൽ ഏറ്റവും വലിയ പെരുന്തച്ഛനായ ദൈവം കണ്ടത് വലിയ വ്യക്തിയെയാണ്, വലിയ കഴിവുള്ള വ്യക്തിയെയാണ്, വലിയ ശക്തിയുള്ള വ്യക്തിയെയാണ്. സഹോദരങ്ങളെ, ഈ ദാവീദിൻ്റെ ഗോത്രത്തിൽ തന്നെയാണ് മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയായ യേശു ജനിക്കുന്നത്. അതുകൊണ്ടാണ് ബർത്തമീയൂസ് പറഞ്ഞത്, ഓ ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എൻ്റെ മേൽ കനിയണമേ എന്ന്. മാനുഷികമായി വളരെ സ്വാഭാവികമായി ബലവും ശക്തിയുമില്ല എന്ന് മനുഷ്യർ വിധി എഴുതുന്ന പലതിനെയുമാണ് സഹോദരങ്ങളെ ദൈവം പിടിച്ചുയർത്തുന്നത്. പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും നമുക്കത് കാണാൻ കഴിയും. പുതിയ നിയമത്തിൽ പത്രോസിനെ തന്നെ എടുക്കുക. പത്രോസ് യേശുവിനെ അറിയുന്നത് അവൻ്റെ സഹോദരൻ അന്ത്രയോസിലൂടെയാണ്. പത്രോസിന് വലിയ ദീർഘദൃഷ്ടിയോ കൂടുതൽ വായിക്കാനുള്ള പ്രാവീണ്യമോ നന്നായി സംസാരിക്കാനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ല. അവന് കൈമുതലായിട്ടുള്ളത് കുറച്ച് വിശ്വാസവും കുറച്ച് മുൻശുണ്ടിയും മാത്രമാണ്. മാനുഷികമായി നോക്കിയാൽ അവന് ബലമില്ല, അവന് ഗുണമില്ല. എന്നിട്ടും അവനെ സഭയുടെ നേതാവാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയോഗിച്ചു. അവനെ വീണ് പോകുന്നവനാണ് എന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു അവനെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെയല്ല. യേശു പറഞ്ഞത് നീ പാറയാണെന്നാണ്. യു ആർ ദ റോക്ക് എന്നാണ് പറഞ്ഞത്. നീ റോക്കാണ്, നീ ഒരിക്കലും തകർക്കപ്പെടാത്ത, ഒരിക്കലും ആരാലും നശിപ്പിക്കപ്പെടാത്ത പാറയാണെന്നാണ് പത്രോസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, മാനുഷികമായി ഗുണവും ഫലവുമില്ല എന്ന് വ്യക്തികളെ നോക്കിയും സമൂഹങ്ങളെ നോക്കിക്കൊണ്ടും ഒരുപക്ഷെ നമ്മൾ വിധി പറയാറുണ്ട്. എന്നാൽ ദൈവം കൽപ്പിക്കുന്നത് വളരെ വിശാലവും വളരെ വിപരീതവുമായ ചിലതായിരിക്കാം. സഭയുടെ ചരിത്രത്തിലും ഇതുപോലുള്ള സംഭവം നമുക്ക് കാണാൻ കഴിയും. 12-ാം പിയൂസ് മാർപ്പാപ്പ മരിച്ച് സഭയിൽ പിന്നീടുള്ള ഇലക്ഷൻ നടക്കുകയാണ്. സഭ ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടമായിരുന്നു അത്. പ്രത്യേകിച്ചും ഡാർവിൻ്റെ സിദ്ധാന്തം മൂലവും കാൾ മാർക്സിൻ്റെ സിദ്ധാന്തം മൂലവും മാനവരാശിയിൽ വലിയൊരു പറ്റം ജനത പ്രത്യേകിച്ചും നിരീശ്വരവാദത്തിൻ്റെ പിന്നാലെ പോകുന്ന ഒരു കാലയളവിലായിരുന്നു സത്യത്തിൽ ഈ ഇലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭയ്ക്ക് ഇനി ഈ ലോകത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ചിന്തയുമായിട്ടാണ് ഒരുപാട് വ്യക്തികൾ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് ചിന്തിച്ചിരുന്ന സമയമായിരുന്നു അത്. ഈ സമയത്താണ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള കോൺക്ലേവ് വറ്റിക്കാനിൽ വെച്ച് നടക്കുന്നത്. സഹോദരങ്ങളെ, പല പ്രാവശ്യം വോട്ടിട്ടിട്ടും ആർക്കും ഭൂരിപക്ഷം കിട്ടുന്നില്ല. സഭയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കണം 11 പ്രാവശ്യം വോട്ടിട്ടു, 11 പ്രാവശ്യം ഇലക്ഷൻ നടത്തിയിട്ടും ഒരാൾക്കും ഭൂരിപക്ഷമില്ല. ആരും മാർപ്പാപ്പയാകാനായിട്ടില്ല. അങ്ങനെ 12-ാമത്തെ പ്രാവശ്യം വോട്ടിടുമ്പോഴാണ് ഒരാൾക്ക് ഭൂരിപക്ഷം കിട്ടുന്നത്. അദ്ദേഹത്തിനാകട്ടെ അന്ന് 76 വയസ്സ് പ്രായവും ഉണ്ടായിരുന്നു. അത്രയും പ്രായം വന്ന ഒരാളെ ആ കാലയളവിൽ മാർപ്പാപ്പയായിട്ട് നിയോഗിക്കുക, പ്രത്യേകിച്ചും സഭ ഒരുപാട് പ്രതിസന്ധികൾ ഫേസ് ചെയ്യുന്നൊരു സമയത്ത് മാർപ്പാപ്പയായിട്ട് നിയോഗിക്കുക എന്ന് പറയുന്നത് മാനുഷികമായി പറഞ്ഞാൽ ചിന്തിക്കുക പോലും സാധ്യമല്ല. അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റുമായിട്ടാണ് അന്ന് ആ ഇലക്ഷന് വേണ്ടി വന്നത്. അദ്ദേഹം മറ്റാരുമല്ല, ജോൺ 23-ാമൻ മാർപ്പാപ്പയാണ്. സഹോദരങ്ങളെ, ഇദ്ദേഹം മാർപ്പാപ്പയായി നിയോഗിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് സഭയുടെ വസന്തം എന്ന് പറഞ്ഞുകൊണ്ട് സെക്കൻഡ് വാറ്റിക്കാൻ കൗൺസിൽ ഒരുമിച്ച് കൂടുന്നത്. ആ കൗൺസിൽ കൂടിയത് കൊണ്ടാണ് എനിക്ക് ഇതുപോലെ ഒരു ആധുനികമായ മാധ്യമത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാൻ കഴിയുന്നത്.
അത് നടന്നതുകൊണ്ട് മാത്രമാണ് മലയാളത്തിൽ ലിറ്റർജി ക്രമങ്ങൾ രൂപം കൊണ്ടത്, പ്രാദേശികമായ സമൂഹങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത്, കരിസ്മാറ്റിക് നവീകരണം പോലുള്ള നൂതനമായ ആത്മായ മുന്നേറ്റങ്ങൾ ഉദയം ചെയ്തത്. അങ്ങനെ ഒരു കൗൺസിൽ നടന്നതുകൊണ്ടാണ്. എല്ലാവരും പറഞ്ഞു, ഗുണമില്ലാത്ത ബലമില്ലാത്ത ഒരാളെയാണ് സഭയുടെ കപ്പിത്താനാക്കി മാറ്റിയതെന്ന്. എന്നാൽ സഭാനൗക ഏറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നേരത്ത് ഗുണമുണ്ടെന്നും ബലമുണ്ടെന്നും പറഞ്ഞ് സ്വർഗത്തിലെ പിതാവ് നിയോഗിച്ച ജോൺ 23 മാർപ്പാപ്പയിലൂടെ സഭയ്ക്ക് വസന്തം കുറിക്കുന്ന ഒരു കൗൺസിലുണ്ടായി. അങ്ങനെ സഭ പുതിയ സഹസ്രാബ്ദത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യാനുമായിട്ട് കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നത് സഹോദരങ്ങളെ, പൊട്ടക്കല്ലിനെ മൂലക്കല്ലാക്കി മാറ്റുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. പലപ്പോഴും ഒരാൾക്കോ ഏതെങ്കിലും ഒരു സമൂഹത്തിനോ ബലവോ ശക്തിയോ ഇല്ല എന്ന് മനുഷ്യർ പറയുന്നത് വളരെ സ്വാഭാവികമായ നിയമങ്ങളുടെ, സ്വാഭാവികമായ താരതമ്യ പഠനങ്ങളുടെ ഭാഗമായിട്ടാണ്. എന്നാൽ സ്വർഗത്തിലെ പിതാവ് പലതിൻ്റെയും മൂല്യം നിശ്ചയിക്കുന്നത് അങ്ങനെയല്ല. മറിച്ച് അവൻ നിങ്ങളുടെ ഭാവി അറിയുന്നു. നിങ്ങളുടെ ഭാവി അറിയുന്നവൻ നിങ്ങൾ പൊട്ടക്കല്ലാണ് എന്ന് ലോകം മുഴുവൻ വിധി എഴുതിയാലും നിങ്ങളെ മൂലക്കല്ലാക്കി മാറ്റുമെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ഒരു മിക്കി മൗസ് നിങ്ങൾക്ക് ചുറ്റും ഓടി നടക്കുന്നുണ്ട്. അതിനെ കണ്ടെത്തുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഏറെ സ്നേഹത്തോടെ കർത്താവെ, അങ്ങ് ചെയ്യുന്ന വൻ കാര്യങ്ങളെ ധ്യാനിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉപാസന ഉപാസന ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. ദൈവപുത്ര അങ്ങേക്കാരാധന, യേശുനാഥ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. സകല ജനതകളുടെയും രക്ഷയ്ക്ക് കാരണമായ മനുഷ്യപുത്രനായ യേശുവിൻ്റെ മുമ്പിലാണ് ഏറെ സ്നേഹത്തോടെ നാം എല്ലാവരും ഇപ്പോൾ അണഞ്ഞിരിക്കുന്നത്. അവൻ ലോക ചരിത്രത്തിൻ്റെ മുഴുവൻ നായകനാണ്. അവൻ നമ്മുടെ ഇന്നലകളെയും ഇന്നിനെയും വായിക്കുക മാത്രമല്ല, നാളെയെക്കുറിച്ച് വലിയ പദ്ധതികൾ ഒരുക്കുകയും ചെയ്യുന്നു. സകല മനുഷ്യരും മറ്റൊരാളെ തിരിച്ചറിയുന്നത് അവൻ്റെ ഇന്നലകളെക്കുറിച്ച് നോക്കിക്കൊണ്ടാണ്. അവൻ ഇന്ന് ആരെന്ന് ചിന്തിച്ചുകൊണ്ടുമാണ്. എന്നാൽ യേശു കർത്താവാകട്ടെ നിന്റെ ഭാവിയിലേക്ക് നോക്കുന്നു. നിന്റെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഒരു പക്ഷേ ഇന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്ന പാകത്തിലല്ല നീയെങ്കിലും നിന്റെ ഭാവിയെ കരുതി നിന്റെ കർത്താവ് വലിയ കാര്യത്തിന് വേണ്ടി നിന്നെ ഉപയോഗിക്കുന്നു. വചനം പറയുന്നു, മനുഷ്യർ ഉപേക്ഷിച്ച കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. മനുഷ്യരായ ആശാരിമാരെല്ലാം ഉപേക്ഷിച്ച കല്ല് ഏറ്റവും വലിയ ആശാരിയായ യേശു കർത്താവ് മൂലക്കല്ലായി ഉപയോഗിക്കുന്നു. ഒരു പക്ഷേ
ഉപേക്ഷിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ വ്യക്തിയായിരിക്കാം, ഉടമയായിരിക്കാം നീ. യേശുവിന് നിന്നെക്കുറിച്ച് വലിയ പദ്ധതിയാണുള്ളത്. യേശുവിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. ശുശ്രൂഷ ജീവിതത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ട വ്യക്തിയായിരിക്കാം നീ. എന്നാൽ ഓർക്കുക, യേശുവിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു വൃക്ഷം തന്നോട് തന്നെ പറഞ്ഞു, ഒരു ഉപയോഗവുമില്ലാത്ത വൃക്ഷമാണ് ഞാനെന്ന്. ആ സമയത്താണ് ഒരു ആശാരി ചെന്ന് ആ വൃക്ഷം മുറിച്ചെടുത്തത്. ആ വൃക്ഷത്തെ രണ്ടായിട്ട് പകുത്തു, അതിനെ നെടുകയും കുറുകയും കൂട്ടിക്കെട്ടി. ആ മരത്തിലാണ് യേശു കർത്താവിനെ തറച്ചത്. പിന്നീടുള്ള കാലയളവിലുടനീളം ആ മരക്കുരിശ് വിശുദ്ധ കുരിശായി രൂപാന്തരപ്പെട്ടു. ഒരു സാധ്യതയുമില്ലാതിരുന്ന മരക്കഷണത്തെ സ്വർഗത്തിലെ പിതാവ് യേശു കർത്താവിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തപ്പോൾ വിശുദ്ധമായ കുരിശായിട്ട് മാറി. നമുക്കോർക്കാം, ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ അർപ്പിക്കുമ്പോൾ മാനുഷികമായി ഉപയോഗമില്ല എന്നും ഒരു വിധത്തിലും ബലവും ഇല്ല എന്നും കരുതപ്പെടുന്ന ജീവിതങ്ങളെ ദൈവം വൻ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതേ, ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ താല്പര്യമാണ്, വലിയ പദ്ധതിയാണുള്ളത്, വലിയ സ്വപ്നമാണുള്ളത്. ഓ കർത്താവേ, ഉപയോഗമല്ലാത്ത എൻ്റെ ജീവിത സാഹചര്യങ്ങളെ വൻ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഈ സമയം എന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന് ഉപകാരമുള്ള വ്യക്തിയാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പഴിക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യേയും മാനിച്ചുയർത്തി എന്നെ സ്നേഹിച്ച ദൈവമേ, പഴിക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യേയും മേശയൊരുക്കി എന്നെ മാനിച്ച സ്നേഹമേ, യേശുവേ, 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 യേശുവേ. നന്ദി നന്ദി നാഥാ, അളവില്ലാ സ്നേഹത്തിനാ നന്ദി നന്ദി നാഥാ, അളവില്ലാ സ്നേഹത്തിനാ. ഓ ദിവ്യകാരുണ്യ യേശുവേ, എന്നെ കൊണ്ട് ഉപകാരമില്ല എന്ന് ചിന്തിച്ച വിക്കനായ മോശയെ ഏറ്റവും വലിയ ജനനേതാവാക്കി നീ മാറ്റി. എന്നെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് കരുതിയ ജസയുടെ മക്കളിൽ ഏറ്റവും ഇളയവനായ ദാവീദിനെ ഇസ്രായേൽ വംശത്തിന്റെ നേതാവാക്കി നീ മാറ്റി. എന്നെ കൊണ്ട് ഒരു കഴിവുമില്ല എന്ന് കരുതിയിരുന്ന യെശയ്യാ പ്രവാചകനെ അനുഗ്രഹീത പ്രവാചകനാക്കി നീ രൂപാന്തരപ്പെടുത്തി. എനിക്ക് യാതൊരു കഴിവുമില്ല എന്ന് കരുതിയ പത്രോസിനെ സഭയുടെ ആദ്യത്തെ നേതാവാക്കി നീ ഉയർത്തി. ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ ഉപകാരമുള്ള വ്യക്തികളാണ്, ഞങ്ങൾ അനുഗ്രഹീതരാണ്, ഞങ്ങൾ കർത്താവിൻ്റെ സ്വന്തമാണ്. വി ആർ സോ ഇമ്പോർട്ടൻറ്റ് ഫോർ ജീസസ്. യേശുവിന് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഞങ്ങൾ. കർത്താവെ, ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന എല്ലാവർക്കും അവരെക്കുറിച്ചുള്ള ബോധ്യം നീ കൊടുക്കണമേ. അവർ ഉപകാരമുള്ള വ്യക്തികളാണെന്നുള്ള ചിന്ത കൊണ്ട് എല്ലാവരുടെയും ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഉപകാരമുള്ള വ്യക്തിയാണ്, ഉപകാരമുള്ള മകനാണ്, ഉപകാരമുള്ള മകളാണ്. യേശുവേ, നിന്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ.
ആരാധന